വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് നിൽക്കുന്നത് കൊല്ലത്ത് ബീച്ചിലാണ്. കൊല്ലം ബീച്ചിന്റെ അടുത്താണ്. ബീച്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ബീച്ചും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. എന്താ പറയാ, ഇപ്പൊ പൊതുവെ ആൾക്കാരൊക്കെ കുറവാണ്. എന്നാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ കൊല്ലം ബീച്ചും അതിനോട് ചേർന്നിട്ടുള്ള പരിസരങ്ങൾ കേട്ടോ. ഇവിടെ ഒരു തട്ട് പോലെയാണ് ശരിക്കും. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു ഭാഗം കുറച്ച് പൊങ്ങിയിട്ടാണ്. പിന്നെ ബീച്ചിലേക്ക് ഇറങ്ങണമെങ്കിൽ അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒന്ന് ഇറങ്ങിയാലാണ് ബീച്ചിൻ്റെ സൈഡിലേക്ക് നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അവിടെ കുറേ പിള്ളേർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. സൺസെറ്റ് ആവാറായിട്ടുണ്ട്. പിന്നെ ദേ ഈ ഒരു സൈഡിലേക്ക് വരാൻ നേരത്ത് ആ കാണുന്നത് പാർക്കാണ്. ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ ഒരു പാർക്ക് ഉണ്ട്. ഇപ്പം പക്ഷെ ഇവിടെ തുറന്നിട്ടില്ല കേട്ടോ. ഇതാണ് നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് ബീച്ചിൽ നോക്കിയപ്പോൾ കണ്ട പാർക്ക്. മഹാത്മാഗാന്ധി പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. അതിൻ്റെ അകത്ത് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇവിടെ ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതെ, ഇവിടെ 3 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറും എൻട്രൻസും എല്ലാം. പിന്നെ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഡ്രാഗൺ, വാട്ടർ ബലൂൺ, ട്രെയിൻ, കൊളംബസ്, അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസും കാര്യങ്ങളും ഈ പാർക്കിൻ്റെ അകത്തുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളത് വേറൊരു കാര്യം, പാർക്കിംഗ് ഫീസ് ഉണ്ട്. അതായത് ഇവിടെ ഒരു പാർക്കിംഗ് സൗകര്യം ഉണ്ട്. അപ്പോൾ പാർക്കിങ്ങിനായിട്ട് 2 വീലറിനാണെങ്കിൽ 5, ഓട്ടോ 10, കാറ് 15, ടെമ്പോ, അങ്ങനെ ഒത്തിരി ഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീച്ചിൽ വരുന്ന ആൾക്കാർക്ക്, കുട്ടികളേക്കായിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ഈ പാർക്കിൻ്റെ അകത്തുമൊക്കെ സമയം ചെലവിടാനുള്ള ഒരു സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബാക്കിൽ കണ്ട പാർക്കിൻ്റെ അകത്തുള്ള ആ ഒരു പ്രതിമയാണ് നമ്മളിപ്പോൾ ഈ റോഡ് സൈഡിൽ നിന്നിട്ട് കാണുന്ന മത്സ്യകന്യകയുടെ പ്രതിമ. ഇപ്പം നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ബീച്ചിൻ്റെ സൈഡിലുള്ള ആ ഒരു റോട്ടിൽ കൂടിയാണ്. അപ്പോൾ ഈ റോട്ടിൽ കൂടി നടക്കാൻ നേരത്തെ ഈ ഒരു സൈഡിലാണ് പിള്ളേരുടെ പാർക്കും സൗകര്യങ്ങളൊക്കെ ഉള്ളത്. സൺസെറ്റ് ഇങ്ങനെ ആയി വന്നുകൊണ്ടിരിക്കണായിരുന്നേ. അപ്പോൾ പക്ഷേ അവിടെ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ആകെ കാർമേഘം വന്നങ്ങനെ അങ്ങോട്ട് മൂടിപ്പോയി. പിന്നെ ഇതിനോട് ചേർന്നില്ലേ, കൊല്ലം ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് ലൈറ്റ് ഹൗസും. പിന്നെ കുറച്ചങ്ങോട്ട് മുന്നോട്ട്, ഇവിടെ നിന്ന് മുന്നോട്ട് കുറച്ച് പോകുമ്പോൾ ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ മുന്നോട്ട് ചെല്ലുമ്പോഴാണ് കൊല്ലം ഹാർബറൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ കൊല്ലം ബീച്ച് കാഴ്ചയിൽ നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണെങ്കിൽ പോലും ഒത്തിരി അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു ബീച്ച് കൂടിയാണിത്. കാരണം ഇവിടെ അടിയൊഴുക്ക് കൂടുതലാണ്, ചുഴികളുണ്ട്. അതുപോലെ തന്നെ അരികിൽ പോയി നിന്നാൽ പോലും കടൽ നമ്മളെ വലിച്ചുകൊണ്ട് പോകുമെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ കൊല്ലം ബീച്ചിൽ ഇപ്പം നിൽക്കുമ്പോൾ ഇവിടെ അധികം ആരും അങ്ങനെ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങിയൊന്നും കണ്ടില്ല. അപ്പോൾ പൊതുവേ നമ്മൾ ബീച്ചുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ കാണാമല്ലോ, കുറച്ച് പിള്ളേരെങ്കിലും ഒക്കെ ഇറങ്ങി കുളിക്കുകയും ഒന്ന് വെള്ളത്തിലേക്കൊക്കെ ഇതൊക്കെ ചെയ്യും. ഇപ്പോൾ കോളം ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും പൊതുവെ അങ്ങനെയൊക്കെ തന്നെയാണ്. പൊതുവെ എല്ലാ ബീച്ചുകളിലും തന്നെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ കൊല്ലം ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ബീച്ചുകൾ പോലെയല്ല, കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ളൊരു ബീച്ചാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ലൈഫ് ഗാർഡുകൾ വരുന്ന ആൾക്കാർ വെള്ളത്തിലേക്ക് ഒട്ടും ഇറങ്ങാനായിട്ട് അങ്ങനെ അവർ പ്രൊമോട്ട് ചെയ്യാറില്ല. കൊല്ലം ബീച്ചിൻ്റെ കുറച്ച് കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണിത്. എന്താ പറയുക, ഒരുപാട് ഏരിയ ഉണ്ട്. ഇപ്പം നമുക്ക് റോഡ് സൈഡിൽ കൂടെയൊക്കെ നടന്ന് കാണണമെങ്കിൽ അങ്ങനെ കാണാം, ബീച്ചിൻ്റെ അരികിലൂടെയൊക്കെ നടന്ന് കാണണമെങ്കിൽ കാണാം. പിന്നെ ഇതിനടുത്ത് തന്നെ പാർക്ക് ഉണ്ട്. കുട്ടികളേക്കായിട്ടൊക്കെ വരുന്ന ആൾക്കാർക്കും അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് സമയം ചെലവിടണമെന്നുണ്ടെങ്കിൽ അവിടെ പാർക്ക് ഉണ്ട്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ കുറച്ച് മരത്തിന് ലൈറ്റ് ഹൗസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണിത്. പിന്നെ നമുക്ക് കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ട് മാത്രം ഒന്ന് ഇറങ്ങി കുളിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഈ ബീച്ചിലുള്ളൂ. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ഈ വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു